മാഞ്ചസ്റ്റർ സിറ്റിയിലെ പല ഇതിഹാസ താരങ്ങളും ആ ക്ലബ്ബ് വിട്ടു പോയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ എടുത്താൽ കെവിൻ ഡിബ്രൂയിനെ, നമ്മുടെ ഗുണ്ടകൻ, എഡേഴ്സൺ, ഫെർണാണ്ടീനോ, അതുപോലെ തന്നെ അവരുടെ റിയാദ് മഹ്റസ് തുടങ്ങിയ ഒരുപാട് താരങ്ങൾ ക്ലബ്ബ് വിട്ട് മറ്റ് ചെറിയ ക്ലബ്ബുകളിലേക്ക് അവർ പോയിട്ടുണ്ട്. ആ ഒരു പെപ്പിന്റെ സിസ്റ്റത്തിൽ അത്രയും മികച്ച നിന്ന താരങ്ങൾ. അപ്പൊ അതിൽ അവസാന കണ്ണിയാണ് സത്യം പറഞ്ഞാൽ നമ്മളെ ബെർണാഡോ സിൽവ. ആ ബെർണാഡോ സിൽവയും ഈ സീസണിന്റെ അവസാനത്തോടുകൂടി മാഞ്ചസ്റ്റർ സിറ്റി വിടുകയാണ് എന്നുള്ള വാർത്തയാണ് നിലവിൽ ലഭ്യമായിട്ടുള്ളത്. ഈ ഒരു ന്യൂസ് നമ്മുടെ ഫെബ്രിസിയോ റൊമാനോ അടക്കമുള്ള ആളുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് ഈ ഒരു സമ്മറിൽ ഫ്രീ ഏജന്റ് ആയിക്കൊണ്ട് മാഞ്ചസ്റ്റർ സിറ്റി വിടാനാണ് നമ്മുടെ ബെർണാഡോ സിൽവയുടെ പ്ലാന്. ഈ ഒരു സീസണിന്റെ അവസാനത്തോടു കൂടി പുള്ളിക്കാരന്റെ കോൺട്രാക്ട് അവിടെയുള്ളത് അവസാനിക്കും. അപ്പൊ അതിനുശേഷം പുള്ളിക്കാരൻ ക്ലബ്ബ് വിടും എന്നുള്ള കാര്യമാണ്. ഇതിൽ ആൾറെഡി ഒരുപാട് ക്ലബ്ബുകൾ പുള്ളിക്കാരനെ സമീപിച്ചിട്ടുണ്ട്. ഇനി പുള്ളിക്കാരന്റെ പുതിയ ചാപ്റ്റർ എന്ന് പറയുന്നത് ഒരു പുതിയ ക്ലബിനോടൊപ്പമായിരിക്കും. മാഞ്ചസ്റ്റർ സിറ്റിയുമായിട്ടുള്ള ഒരു കോൺട്രാക്ട് എക്സ്റ്റൻഷൻ ഇനി ബെർണാഡോ സിൽവയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകത്തില്ല എന്നുള്ളൊരു വിവരമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അതായത് മാഞ്ചസ്റ്റർ സിറ്റിക്ക് വേണ്ടി ഒരുപാട് പ്രീമിയർ ലീഗും ചാമ്പ്യൻസ് ലീഗ് അടക്കം നേടിയ, കാരണം സിറ്റിയുടെ ഹിസ്റ്ററിയിൽ അവർ ഒരു ചാമ്പ്യൻസ് ലീഗ് മാത്രമേ നേടിയിട്ടുള്ളത്. അപ്പൊ ആ ഒരു ചാമ്പ്യൻസ് ലീഗിൽ അടക്കം വലിയ പങ്ക് വഹിച്ചിട്ടുള്ള ഈ താരമാണ് നമ്മുടെ ബെർണാഡോ സിൽവ എന്നുള്ളത്. അപ്പൊ പുള്ളിക്കാരൻ മാഞ്ചസ്റ്റർ സിറ്റി വിടുമ്പോൾ അടുത്തത് ഇനി ഏത് ക്ലബിലേക്കായിരിക്കും പോവാ? നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ പുള്ളിക്കാരൻ ഇനി സിറ്റിയുടെ ലെജൻഡ് ആണ് എന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയം ഉണ്ടാവില്ല. അതായത് നമ്മുടെ കോണ്ടന്റ്സ് കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.